ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കോവയ്ക്ക തോരനും അതേപോലെ തന്നെ മെഴുക്ക് പുരട്ടിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പം എല്ലാവരും മടുത്ത് കാണും അല്ലേ? ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഏത് സാധനമെങ്കിലും നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇത് വെച്ചിട്ട് കോവയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് നല്ലൊരു പച്ചടിയാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നല്ല നല്ല റെസിപ്പികളും അതേപോലെ കൃഷി വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും അതുപോലെ ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. കോംബോ വിത്തുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 15 വരെ നമ്മുടെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 5 ടൈപ്പ് വിത്തുകളും അതിൽ കൂടുതലും വാങ്ങിക്കുന്നവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് 3 വിത്തിൻ്റെ ഒരു കിറ്റും കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ 2 ടൈപ്പ് കോവൽ നട്ടിട്ടുണ്ട്. ഇത് നീളം കോവയ്ക്കാണ് കേട്ടോ. നല്ല നീളമുണ്ട്. ഒരു 10 എടുത്താൽ നമുക്ക് നല്ലൊരു തോരനോ മെഴുക്ക് പുരട്ടിയോ പച്ചടിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മളിത് പറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കറ പറ്റാറുണ്ടല്ലോ. അപ്പോൾ അതില്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയുന്ന പാത്രത്തിലൊക്കെ ഇച്ചിരി എണ്ണ തേച്ച് നമ്മുടെ കയ്യിലും ഒക്കെ ഇച്ചിരി എണ്ണ തേക്കാന്നുണ്ടെങ്കിൽ ആ കറ നമുക്കങ്ങ് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ കമ്പം ഇങ്ങനെ പുതുതായിട്ട് നട്ട ഒരു കോവൽ തണ്ടാണ്. അപ്പോൾ അതിനകത്ത് കാ പിടിക്കാനായിട്ട് തുടങ്ങി. അതപ്പം നമുക്കിനി പച്ചടിയിലാണ് ഇത് തുടങ്ങുന്നത്. നിൽക്കുന്ന നമുക്കിനി പറിക്കാം. മൂത്ത് പോയാൽ പിന്നെ അതൊരു സുഖമില്ല. ഈ പച്ചക്കറികൾ പ്രത്യേകിച്ച് ഈ കോവയ്ക്ക പഴുക്കുന്നതിന് മുമ്പേ അങ്ങ് പറിക്കണം. ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയാലും നമുക്കതൊരു മടുപ്പാണ് കഴിക്കാനായിട്ട്. കണ്ടോ, എത്രയും കോവയ്ക്ക കിട്ടി. ഇത്രയും നമുക്ക് അരിഞ്ഞിട്ട് ഇപ്പം പച്ചടിയാക്കണമെന്നില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാം. ഇപ്പം ഇതിനകത്തൊക്കെ പയറും പടർത്തിയിട്ടുണ്ട്. പയറും ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. അത്യാവശ്യം നമുക്ക് പയറും കിട്ടാറുണ്ട് കേട്ടോ. ഒരു വലിയ പന്തലായതുകൊണ്ട് നമ്മൾ പല സാധനങ്ങൾ ഇതിനകത്തോട്ട് കയറ്റി വിടാറുണ്ട്. ഇപ്പം പീച്ചിൽ ഒരു സൈഡിൽ കൂടെ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ചുരയ്ക്ക, അതുപോലെ തന്നെ പടവലമൊക്കെ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ നന്നായിട്ട് വളവും കൂടെ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. അപ്പം ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക, കറിവേപ്പില എടുക്കുക. അതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു 10 കോവയ്ക്ക എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുനുകുന അരിഞ്ഞു കൊണ്ടുവരാം. ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. അപ്പം പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക 10 അരിഞ്ഞതേ ഉള്ളൂ. കുറേ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കട്ടോരി തൈര് എടുത്തിട്ടുണ്ട്. അതേ സെയിം പാത്രത്തിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് കടുക്, ഒരു അര ടീസ്പൂൺ കടുക് എടുക്കാം. പിന്നെ 3 പച്ചമുളക് തേങ്ങയ്ക്കകത്ത് അരയ്ക്കാനും 3 പച്ചമുളക് നമ്മുടെ കോവയ്ക്കയിലിട്ട് വേവിക്കാനായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എരിവൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ അളവുകളെല്ലാം നമ്മുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കോവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, കടുവൊന്നും പൊട്ടിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട്, വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ തേങ്ങയും അതിൻ്റെ തൈരും എല്ലാം കൂടെ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. അതും കൂടെ അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പരിഞ്ഞപ്പോൾ അങ്ങ് ഒരുപാടായിട്ട് തോന്നി എനിക്ക്. അപ്പം അതുകൊണ്ട് ഒരു 2-3 എണ്ണത്തിൻ്റെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങയെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. അപ്പം തൈരും തേങ്ങയും ഉള്ളിയും കടുകും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചാണ് അരയ്ക്കുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്കൊന്ന് കോവയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഉപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചിട്ടാൽ മതി. ഇപ്പം പിന്നെ നമ്മൾ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇടാം. അപ്പം കോവയ്ക്കയിലൊന്ന് ഉപ്പ് രസം പിടിക്കണമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്നായിക്കോട്ടെ. എന്നിട്ട് വേണം നമുക്ക് തൈര് ഒഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ കോവയ്ക്കയുടെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ പറ്റിക്കഴിഞ്ഞു. അതിനകത്തോട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ഒഴിക്കാം.
സ്വല്പം വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാറ് കഴുകി ഒഴിക്കാം. ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് നേരമായിട്ട് ചൂടാക്കിയും വേണ്ട, ജസ്റ്റ് ഒന്ന് ചട്ടിയുടെ ചൂടും ഒക്കെ ഉണ്ട്. എന്നാൽ ചെറുതായിട്ടൊന്ന് ചൂടാവുകയും വേണം. ചിലർ തേങ്ങ മാത്രം ആദ്യം അരച്ചൊഴിക്കും, പിന്നെ തൈര് ഒഴിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഒരു പ്രാവശ്യം. ഇതൊന്ന് ചൂടായാൽ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കടുക് വറക്കണം. ഓക്കെ, ഇനി കടുക് നമുക്ക് വറക്കാം. അടുത്ത് ഇനി നമുക്ക് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ടാണ്ട് 3 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ വറ്റൽമുളക് 1-2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കതിന് കടുക് വറക്കാം. പിന്നെ ചൂടായ എണ്ണയിലോട്ട്, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ചെറിയ ഉള്ളി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒരുപാട് ഇടന്നങ്ങ് മൂത്ത് പോകരുത്, നമ്മുടെ പച്ചടിയുടെ നിറം അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഒരുമാതിരി ബ്രൗൺ കളറാകുമ്പം നമുക്ക് അങ്ങ് പച്ചടിയിലോട്ട് ഒഴിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ പരുവായിട്ടുണ്ട്, നമുക്കങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ പച്ചടി, കോവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. തന്നെയല്ല, നമ്മുടെ സ്വന്തം കോവയ്ക്ക ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോവയ്ക്ക പച്ചടി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വർഷത്തെ ഓണത്തിന് എന്തായാലും ഒരു കോവയ്ക്ക പച്ചടി തന്നെ ഉണ്ടാക്കുക. നിങ്ങൾ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. ഈ കോവയ്ക്ക വെച്ചിട്ട് തന്നെ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കാം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പച്ചടി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.